നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു കെട്ടിടം മാത്രം മതി ഫോർട്ട് കൊച്ചിയുടെ പൈതൃകത്തെ അടയാളപ്പെടുത്താൻ. 2012 മുതൽ ഇങ്ങോട്ട് 12 വർഷത്തോളം ലോകത്തിനു മുന്നിൽ ബിനാലെയുടെ മുഖമുദ്രയായി തെളിഞ്ഞ ഈ വെള്ള കെട്ടിടം തീരസംരക്ഷണ സേനയ്ക്ക് ഈ കെട്ടിടം കൈമാറുമ്പോൾ എന്തെല്ലാമാണ് ഫോർട്ട് കൊച്ചിക്ക് നഷ്ടമാകുന്നത്? ബിനാലയിലൂടെ ലോകപ്രസിദ്ധമായ കൊച്ചിയുടെ പൈതൃക ഇടമാണ് ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻവാൾ കെട്ടിടം. ചരിത്ര പ്രാധാന്യമുള്ള ഈ കെട്ടിടം ഉൾപ്പെടുന്ന ഭൂമി തീരസംരക്ഷണ സേനയ്ക്ക് കൈമാറാനുള്ള നീക്കം വിവാദമാവുകയാണ്. തീരസംരക്ഷണ സേനയ്ക്ക് ആവശ്യമായത്ര ഭൂമി ലഭ്യമാക്കണമെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ആസ്പിൻവാൾ പോലെ പൈതൃക മൂല്യമുള്ള കെട്ടിടം കൊച്ചിയുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായതിനാൽ പൊതു ഇടം എന്ന നിലയിൽ അവ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കൊച്ചിൻ്റെ ടൂറിസം തന്നെ തകർന്നു പോകണം, വേറൊന്നുമില്ല. ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡും ഈ തീരസംരക്ഷണ സേനയും കൂടി കീഴടക്കിയേക്കാണ് കംപ്ലീറ്റ് സ്ഥലങ്ങൾ. ഇവിടെ മത്സ്യബന്ധനം തകർന്നു, പിന്നുള്ള ഇപ്പോൾ ടൂറിസമായിട്ട് ജീവിച്ചു പോകണം ജനങ്ങൾ പൊതുവെ. അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇനി തീരസംരക്ഷണ സേന ഇവിടെ വന്ന് കീഴടക്കി കഴിഞ്ഞാൽ മൊത്തം ഇവിടുത്തെ എല്ലാം താറുമാറാവും, എല്ലാവരുടെ ജീവിതശൈലിയും മാറും. ഇപ്പോൾ മൊത്തം ഇപ്പോൾ അവരിപ്പോൾ അവിടെ ഈ കോസ്റ്റ് ഗാർഡ് ബിൽഡിങ് ആക്കിയിരിക്കുകയാണ് അവിടെയെല്ലാം. അതായത് നമുക്ക് കാറ്റ് കിട്ടുന്ന ഒരു മാർഗം ഇല്ലാണ്ടായി. നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ മിലിറ്ററി ആയാലും ഇപ്പോൾ തീരസംരക്ഷണ സേന ആയാലും ഈ അവിടെ ജനങ്ങൾ യുദ്ധം നടക്കുമ്പോൾ ജനങ്ങളെ താമസിപ്പിക്കൂല അല്ലേ. അവരുടെ ഇത് എന്താ പ്രാക്ടീസും അതേപോലെ തന്നെ പല പരേഡുകൾ നടക്കുന്ന സ്ഥലമായിട്ടാണ് ഇപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടേഴ്സാക്കി മാറ്റിയെടുത്തേക്കാണ്. കൊച്ചി അഴിമുഖത്ത് നിന്ന് നോക്കിയാൽ കായലിനോട് ചേർന്ന് നെടുനീളത്തിൽ നിൽക്കുന്ന ആസ്പിൻവാൾ കെട്ടിടം ഫോർട്ട് കൊച്ചി നഗരചരിത്രത്തിലെ അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കയർ കമ്പനിയായിരുന്ന ഈ കെട്ടിടം സ്വാതന്ത്ര്യത്തിനു ശേഷം തിരുവിതാംകൂർ രാജകുടുംബം സ്വന്തമാക്കി. പിന്നീട് ഹെറിറ്റേജ് ഹോട്ടൽ സ്ഥാപിക്കാൻ DLF വാങ്ങിയെങ്കിലും മൂല്യമുള്ള ഈ കെട്ടിടം നിലനിർത്തണമെന്ന ആവശ്യം ഉയർന്നതോടെ പിൻവലിച്ചു. ഇതൊക്കെ നശിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാം പോയി. കൊച്ചിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് ഈ പറയുന്നതൊക്കെ. ഇതെല്ലാം നശിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിൽ എന്താ ഉള്ളത്? കടപ്പുറവും പോയി. ശ്രദ്ധിച്ച കടപ്പുറം ഇല്ല, ആകെ ചെറിയൊരു വണ്ട് മാത്രമേ ഉള്ളൂ. ടൂറിസം തന്നെ കൊച്ചി ഇല്ലാണ്ടാക്കും ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഞങ്ങൾ പുറത്തോട്ട് മാറി വല്ല ഈ വൈപ്പിനപ്പുറത്തോട്ടാ അല്ലെങ്കിൽ വല്ല എന്താ പറയുക ഇടവനക്കാട് അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടയിൽ വന്നിട്ട് ചെയ്തപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ടാണ്, ടൂറിസം കൊണ്ടാണ്. ഇപ്പോൾ വേറൊരു മാർഗ്ഗമില്ല സാധാരണക്കാർ. വേറെന്താ ഉള്ളത്? ബിനാലൊക്കെ ഇനി കടലിൻ്റെ നടുക്ക് കൊണ്ടുവരും ബിനാല നടത്താനൊക്കെ. എന്നാൽ വേറെ ബിനാല നടത്തണം. ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റാണ് ബിനാല നടക്കുന്നത് ഇവിടെ. തീർച്ചയായിട്ടും അതുകൊണ്ടല്ല ഒരുപാട് നല്ല ടൂറിസം ബിനാലയിൽ തന്നെ വരുന്നുണ്ട്. ഒരുപാട് കൊച്ചിനെ പരിചയപ്പെടുത്തിയേക്കുന്നത് ബിനാലയാണ് ശരി യഥാർത്ഥത്തിൽ. ഇതെല്ലാം ഇതേപോലെ കോസ്റ്റ് ഗാർഡും നേവിയും കീഴടക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ വളരെ ദൂഷ്യമാണത്. കാരണം അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട്. കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ബീച്ച് റോഡ് അവിടെയൊക്കെ അവരുടെ കോട്ടേഴ്സ് മൊത്തം കോട്ടേഴ്സ് പണിയാന്നുള്ളതാണ് അവരത്. നമുക്കറിയില്ല എന്താണെന്നുള്ളത്. ആസ്പിൻവാൾ തീരസംരക്ഷണ സേനയ്ക്ക് കൈമാറുമ്പോൾ ബിനാലയെ ബാധിക്കുന്നില്ലെന്നാണ് സംഘാടകർ പറയുന്നത്. ശേഷിക്കുന്ന സ്ഥലം സർക്കാരിൻ്റെതായാൽ ബിനാലെ നടത്താനാകും. എന്നിരുന്നാലും കെട്ടിടം കൈമാറുന്നതിലൂടെ കൊച്ചിയുടെ പൈതൃക മൂല്യത്തിന് ഇടിവുണ്ടാകുമെന്നതിൽ സംശയമില്ല.